NDA ശോഭ സുരേന്ദ്രൻ കത്തിക്കയറുകയാണ്. അതുപോലെ തന്നെ വടകര ഷാഫി പറമ്പിലും കത്തിക്കയറുകയാണ്. പ്രതീക്ഷിത പല മണ്ഡലങ്ങളിലും പ്രതീക്ഷയ്ക്കൊത്ത് വകയുള്ള ചില മുന്നണികളുണ്ട്. അതോടൊപ്പം തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവരുമുണ്ട്. ആദ്യ ഫല സൂചന ലീഡുകളിലേക്ക് അല്ലെ. നിലവിൽ നോക്കുകയാണെങ്കിൽ 20 സീറ്റിൽ 7 സ്ഥലത്ത് LDF ലീഡ് ചെയ്യുമ്പോൾ 12 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് NDA ലീഡ് ചെയ്യുന്നു. ഈ ഒരു സ്ഥലം ആലപ്പുഴയാണ്. കഴിഞ്ഞ തവണ LDFിന്റെ ആകെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം ആലപ്പുഴ മണ്ഡലം, ആരിഫ് വിജയിച്ച മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇത്തവണ BJP അതായത് ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന. CPMന്റെ LDFിന്റെ സിറ്റിംഗ് സീറ്റ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുക്കുമോ എന്നുള്ള വലിയൊരു കൺഫ്യൂഷനിലാണ് അല്ലെ. ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റും പോവോ ജയശങ്കരൻ? ആ ഒരു സീറ്റ് പോകുന്ന ലക്ഷണം കാണുന്നുണ്ട്. എന്തായാലും കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ കൊല്ലത്ത് വീണ്ടും 11,000-ലധികം ലീഡുകൾക്ക് NK പ്രേമചന്ദ്രൻ മുന്നേറുകയാണ്. നിലവിൽ ഇപ്പോൾ കേരളത്തിൽ LDF 7 സീറ്റിലേക്ക് നില അല്പം കൂടി മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 6-ൽ നിന്ന് 7ലേക്ക് വന്നിരിക്കുന്നു. UDF 12 സീറ്റുകളിൽ. ആലപ്പുഴയിൽ NDAയുടെ ആദ്യത്തെ ലീഡ് നില ഉയർത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. തൃശ്ശൂർ ഇതുവരെ സുരേഷ് ഗോപി ലീഡ് ആയിട്ടില്ല. ഇല്ല, തൃശ്ശൂരിൽ ഒരു മുന്നിലാണ്. അതെ, മുന്നിലായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് രാഹുലിന് ഒരു സന്തോഷം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. ഇത്തവണയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. കൊടുക്കുമോ എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. എന്തായാലും ആലപ്പുഴ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുകയാണ്. തൃശ്ശൂരിൽ അതെ സുരേഷ് ഗോപി, അതായത് രണ്ടിടത്ത് 264 വോട്ടിന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. ആവേശം തുടങ്ങി, ആഘോഷം തുടങ്ങി. ഇപ്പോൾ പായസം ഇപ്പൊ തന്നെ വളം പോലോ ഇല്ല കഴിയട്ടെ. എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മുൻപ് വരെ LDF ആണ്, സുനിൽകുമാറാണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ വോട്ട് നില മാറി. തൃശ്ശൂരിൽ ആലപ്പുഴ പോയി. നമ്മുടെ ശോഭാ സുരേന്ദ്രന്റെ ലീഡ് പോയിട്ടുണ്ട്. പകരം അവിടെ LDF ആണോ ആലപ്പുഴ UDF ആണ്. KC വേണുഗോപാലാണ്. എല്ലാവരും ശക്തരായ സ്ഥാനാർത്ഥികളാണ് അല്ലെ ഇത്തവണ. തീർച്ചയായും ആലപ്പുഴ അല്പം മുമ്പ് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ, അത് പോയില്ലേ. ആലപ്പുഴ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ 6 മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 13 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് NDA ലീഡ് ചെയ്യുന്നു. ആ ഒരു മണ്ഡലം തൃശ്ശൂരാണ്. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരാണ് ഒരു മണ്ഡലം. അവിടെ ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നുണ്ട്. ബാക്കി 6 സ്ഥലത്ത് LDF ലീഡ് ചെയ്യുന്നു. എന്തായാലും ഇത്തവണയെങ്കിലും തൃശ്ശൂർ എടുക്കുമോ? കൊടുത്താൽ എടുക്കാൻ പറ്റുമോ? എന്തായാലും കൊടുക്കുമോ, അതുപോലെ തന്നെ തൃശ്ശൂർ എടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയണം. എന്തായാലും നിലവിൽ 6 മണ്ഡലങ്ങളിൽ LDF ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. UDF 13 സീറ്റുകളിലേക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു മണ്ഡലം വടകര തന്നെയാണ്. കാരണം ആദ്യ സമയം മുതലേ തന്നെ LDF വളരെ വലിയൊരു പ്രതീക്ഷ വച്ചു പുലർത്തി. അതായത് കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ എല്ലാവർക്കും, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു വ്യക്തിയായിരുന്നു ശൈലജ ടീച്ചർ. അതുകൊണ്ട് തന്നെ LDF വളരെ വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഈ വടകര മണ്ഡലം. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ ആദ്യ ഒരു ലീഡിൽ തന്നെ ഷാഫി പറമ്പിൽ അത് കത്തിക്കയറുന്ന കാഴ്ച അല്ലെ. പക്ഷെ ഷാഫി പറമ്പിൽ അവിടെ വ്യക്തമായ ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പാലക്കാട് നിന്നൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. തീർച്ചയായും അദ്ദേഹത്തിന് പൊതുവെ അദ്ദേഹത്തോട് രാഷ്ട്രീയത്തിലുപരി അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന വലിയൊരു സമൂഹം, പ്രത്യേകിച്ച് യുവതയ്ക്ക് അദ്ദേഹത്തെ വലിയൊരു ഇഷ്ടമുണ്ട്. അത് രാഷ്ട്രീയത്തിന് അപ്പുറമായ ഒരു ഇഷ്ടം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 543 മണ്ഡലങ്ങൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ 296 വളരെ വളരെ നല്ല രീതിയിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നില്ലേ. വോട്ടുകൾക്ക് മുന്നിലാണ്. ഇത് കിട്ടുമോ? ഇത്തവണയെങ്കിലും കൊടുക്കുമോ? ഇത്തവണ കിട്ടുമെന്ന് തോന്നുന്നു. 3018 വോട്ടിന് പറയാറായിട്ടില്ല. മൂന്നാം അംഗത്തിൽ എടുക്കുമോ? 18 വോട്ടിന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നു. എന്താണെങ്കിലും ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് നിലവിൽ NDA അവരുടെ ലീഡ് വെച്ചു പുലർത്തുന്നത്. അത് തൃശ്ശൂരാണ്. മറ്റ് ആലപ്പുഴ, തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരു സമയത്ത് NDA കയറി വന്നെങ്കിൽ അവിടെയൊക്കെ ഇപ്പോഴും വീണ്ടും UDFന്റെ ആധിപത്യം വന്നിരിക്കുന്നു. തൃശ്ശൂർ മാത്രം NDA ലീഡ് ചെയ്യുന്നു. അത് 3018 വോട്ടിന് സുരേഷ് ഗോപി ലീഡ് ചെയ്യുകയാണ്. എന്തായാലും ഇത് NDA സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമൊന്നുമല്ല. ഇത് പ്രതീക്ഷിച്ചത് തന്നെ ആയിരിക്കണം അല്ലെ. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു A ക്ലാസ് മണ്ഡലം തന്നെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ. അതിൽ തൃശ്ശൂർ അവരുടെ ആഗ്രഹം പോലെ തന്നെ സുരേഷ് ഗോപി ലീഡ് ചെയ്യുകയാണ്. ഇത് മറിയുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തിനും ഒരു ആവശ്യത്തിനുള്ള അത്യാവശ്യം ഒരു കുറച്ച് കൂടിയ ലീഡ് തന്നെയാണ് അല്ലെ. തീർച്ചയായും പിന്നെ അത്രത്തോളം ഒരു ലീഡ് അദ്ദേഹം ഒരു 100 അകത്തൊന്നും അല്ല. അത്യാവശ്യം 3000-ന് പുറത്തായതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട് എന്ന നിലവിൽ വേണമെങ്കിൽ പറയാം. എങ്കിലും നമുക്ക് പറയാറായിട്ടില്ല വേണം പറയാൻ. ഇപ്പോൾ നിലവിൽ
ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ളതിൽ തന്നെയാണ് അല്ലെ. അടൂർ പ്രകാശിന് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുമോ, വി ജോയ്ക്കാണ്. ജയശങ്കർ ഒരു പ്രതീക്ഷയൊക്കെ സന്തോഷം. ആറ്റിങ്ങൽ എന്തായാലും വി ജോയ്ക്ക് തർക്കമില്ലാത്ത രീതിയിലാണ് വലിയ ലീഡ് ഇന്നല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായാലും എന്തായാലും അഡ്വക്കേറ്റ് വി ജോയ് ആറ്റിങ്ങലിൽ ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. തൃശ്ശൂരിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സുരേഷ് ഗോപി മെച്ചപ്പെട്ട ഒരു ലീഡ് നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആറ്റിങ്ങലിൽ ഇപ്പോൾ LDF-ന് ലീഡ് എന്നുള്ളതാണ്. ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ കൊമ്പൻകാട്ടിൽ കോയ പറഞ്ഞിരിക്കുന്നു വടകരയിൽ ഷാഫി പറമ്പിൽ തന്നെ ജയിക്കുന്നു. അദ്ദേഹത്തിന്റെ DP ഒക്കെ ഒരു CPM അനുകൂല ചിത്രമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നു വ്യാജ പ്രൊഫൈലായിരിക്കും. അദ്ദേഹം പറയുന്നു അറിയില്ല ജയിക്കുമെന്നാണ് പറയുന്നത്. ജയിക്കട്ടെ എന്ന് മാർലിവ ആശംസിക്കുകയും ചെയ്തു. ജയിക്കട്ടെ, ജയിച്ചു വരട്ടെ. എല്ലാവരും നല്ല ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ വടകരയിൽ ശൈലജ ടീച്ചർ ഒട്ടും മോശമായത് കൊണ്ടല്ല. ശൈലജ ടീച്ചർ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഷാഫി പറമ്പിൽ കുറച്ചുകൂടെയൊക്കെ ഒരു വരട്ടെ അല്ലേ. അങ്ങനെ പറയൂ. എന്നാലും ദേശീയ തലത്തിലേക്ക് വരികയാണ്. ശൈലജ ടീച്ചർ ഇവിടെ അടുത്ത മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രി എന്തിനാണ് അദ്ദേഹത്തെ അവരെ പിടിച്ച് അവിടെ കൊണ്ടുപോകുന്നത്? അത്ര കഴിവുള്ള രീതിയിലുള്ള കാലിബറുള്ള ശൈലജ ടീച്ചർ തന്നെയാണ്. ആ കാലിബറുള്ള ആള് തന്നെയാണ്. ആയിക്കോട്ടെ, കേറി വരുവന്നേ എന്ന് വലിയ രീതിയിലുള്ള എന്താണ് അപ്രതീക്ഷിതമായ, ഞാൻ സത്യത്തിൽ LDF-ന് 6 സീറ്റിലൊക്കെ ലീഡ് വരുമെന്ന് സത്യമായി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കള്ളമല്ല, സത്യം തന്നെയാണ്. എന്തായാലും കാരണം ഇപ്പോഴെ കുറച്ച് ഭരണവിരുദ്ധ വികാരമൊക്കെ LDF-നെ സംബന്ധിച്ചുകൊണ്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഉണ്ട്, നമ്മൾ മാധ്യമപ്രവർത്തകരാണ്, നമ്മൾ തന്നെ പല വാർത്തകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. പക്ഷെ ഈ ഒരു ലോക്സഭ ഇലക്ഷനിലുള്ള 6 സീറ്റ് LDF-ന് ആദ്യം മുതലേ തന്നെ ഒരു ലീഡ് നില. ഇനിയിപ്പോ അത് മാറി മറിയാം എന്നൊക്കെ നമുക്കറിയില്ല. എങ്കിൽ പോലും അത് പ്രതീക്ഷിച്ചിരുന്നോ? പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ പലപ്പോഴും ഏത് സ്ഥലങ്ങളിലാണെങ്കിലും കേരളം മാത്രമല്ല തുടർ ഭരണങ്ങൾ എവിടെയൊക്കെ ഉണ്ടാകുന്നു ആ സ്ഥലങ്ങളിൽ അതാത് പാർട്ടികൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ജനകീയ മുഖത്തിൽ നിന്നൊന്ന് മാറി വരുന്ന കാഴ്ച ഉണ്ടാകുന്നു. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് അവസ്ഥ. എന്തായാലും LDF വീണ്ടും അവരുടെ ലീഡ് നില താഴേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. LDF 5 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ലീഡ് നിലനിർത്തിയിരിക്കുന്നത്. UDF 14 സീറ്റുകളിൽ. NDA അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തൃശ്ശൂർ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി അവിടെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുകയാണ്. അത് ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ 3000-ലധികമായിരുന്നു. അതിപ്പോൾ അതിൽ നിന്ന് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അത് വ്യക്തമാകുന്നതേ ഉള്ളൂ. ആ ഒരു തിരുവനന്തപുരത്ത് ശശി തരൂർ 1500-ലധികം വോട്ടുകൾക്ക് മുന്നിലാണ് നിലവിൽ. പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. മുൻപ് ആന്റോ ആന്റണിയാണ് അവിടെ ലീഡ് ചെയ്തത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ ലീഡ് ചെയ്തു. ആകെ 6 മണ്ഡലങ്ങളിൽ LDF. വടകരയിൽ KK ശൈലജ ടീച്ചർ വടകരയിൽ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു? വോട്ട് എല്ലാവരും 2479 വോട്ട്. ചെറിയ ലീഡല്ല 2479 വോട്ടുകൾക്ക്. തീർച്ചയായിട്ടും ആ രീതിയിൽ നമുക്കൊരു മുഖ്യമന്ത്രിയാക്കണം, ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണം. ശൈലജ ടീച്ചറിനെ പോലെയുള്ള വളരെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്ന ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം തന്നെയാണ്. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്ന ആഗ്രഹം തന്നെയാണ്. ടീച്ചറിനോട് വളരെ സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി എന്തായാലും നിലം തൊടുന്നില്ല, മുകളിലോട്ട് തന്നെ 3154 വോട്ടുകൾക്ക് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ലീഡ് ചെയ്യുന്നു. ദേശീയ ചിത്രമെടുക്കുകയാണെങ്കിൽ ദേശീയ ഇന്ത്യയിലെ ലോകസഭയിലെ ഇപ്പോഴത്തെ കണക്കുകൾ പറയുകയാണെങ്കിൽ 543 സീറ്റിൽ 508 സീറ്റുകളുടെ ലീഡ് നിലയാണ് ഇപ്പോൾ അറിയുന്നത്. NDA 293 സീറ്റുകളിൽ. ഇന്ത്യ മുന്നണി നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. 192 സീറ്റുകളിൽ ഇന്ത്യ മുന്നണി ലീഡ് നില ഉയർത്തി. മറ്റു പാർട്ടികൾ 23 സീറ്റുകളിൽ എന്നാണ് ഇപ്പോൾ. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ വീണ്ടും കയറി അല്ലേ? ഷാഫി പറമ്പിൽ മുന്നിൽ വന്നിരിക്കുകയാണ്. 979 വോട്ടിനാണ് ഷാഫി പറമ്പിൽ വടകരയിൽ വീണ്ടും മുന്നിൽ വന്നിരിക്കുന്നു. വടകരയിൽ ചിത്രം മാറി മറിയുന്നു അല്ലേ? വടകരയിൽ വടകരയിൽ എന്തും സംഭവിക്കാം. ഷാഫിയോ അതോ ശൈലജ ടീച്ചറോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അല്ലേ? തീർച്ചയായും ഷാഫി പറമ്പിൽ മുമ്പ് ഞാൻ പറഞ്ഞപ്പോ ഏതാണ്ട് 90 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 970 വോട്ടിന്റെ ഒരു ലീഡിലേക്ക് അദ്ദേഹം അത് ഉയർത്തിയിരിക്കുകയാണ്. ശശി തരൂരാണെങ്കിൽ 1524 വോട്ടിന് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോ എന്താണെങ്കിലും ഒരു പ്രവചന മത്സരം നടത്തട്ടെ രണ്ടുപേർക്കും. ഇത് പറ്റുണ്ട്. നമ്മളിവിടെ 100 രൂപ വീതം ഞാൻ അങ്ങോട്ട് വരാം. പറഞ്ഞോളൂ എന്താണ് പറ്റി? വിലയില്ല ഈ നാട്ടില്. ഓക്കെ, എന്തായാലും ഒരു പ്രവചന മത്സരമാണ്. ഇതിൽ എത്ര സീറ്റ് LDF-ന് ഈ ഒരു ലോക്സഭ ഇലക്ഷന് കേരളത്തിലെ 2020 എത്ര സീറ്റ് LDF-ന്, എത്ര സീറ്റ് UDF-ന്, എത്ര സീറ്റ് NDA-ക്ക്
ഒന്ന് ജയശങ്കർ ആദ്യം ഒന്ന് പറഞ്ഞേ. എന്റെ ഒരു കണക്ക് കൂട്ടൽ ഒരു 10-നകത്തുള്ള സീറ്റിൽ ഒരു 8 സീറ്റിലെങ്കിലും കൃത്യമായ കണക്ക് പറയണം. അത് പ്രവചനം കൃത്യമാവുന്ന അതുകൊണ്ടല്ലേ പറഞ്ഞത്. 8 സീറ്റുകൾ ഞാൻ പറയുന്നു. 8 സീറ്റുകളിൽ LDF ഒരു രീതിയിൽ നല്ല കണ്ടറിയാം. അതിമോഹം ഇല്ലല്ലോ. അടുത്ത UDF എത്ര സീറ്റ്? പറഞ്ഞോളൂ ആലോചിക്കാൻ സമയമില്ല. എന്റെ ഇടയ്ക്കാണല്ലേ. UDF സ്വാഭാവികമായിട്ടും NDAക്ക് ഒരു സീറ്റ് എന്നുള്ള രീതിയിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള മിച്ചമുള്ള സീറ്റുകൾ ആണ് എനിക്ക് UDF പറയാനുള്ളത്. കണക്കൂട്ടി എടുത്തോളാൻ. 10 എന്നല്ല, ഞാൻ 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8. സ്വാഭാവികമായ ഒരു 15 സീറ്റില് UDF വിജയിക്കുമെന്നുള്ളതാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ, വിലയിരുത്തൽ അങ്ങനെയാണ്. 15 സീറ്റിൽ വരെ UDF വിജയിച്ചേക്കാം. ഒരു സീറ്റ് NDA വിജയിച്ചേക്കാം. ബാക്കിയുള്ള ഒരു 4-5 സീറ്റിലൊക്കെ LDF വിജയിച്ചേക്കാം. തീർച്ചയായും. അതിന് 3 കൂടെ കൂട്ടിയേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് രണ്ടും നമുക്ക് സമ്മാനം കൊടുക്കുന്നതായിരിക്കും ഇത് കഴിഞ്ഞിട്ട്. എന്തായാലും വോട്ട് നില അറിയട്ടെ. എന്തായാലും ഒന്നും ഇപ്പോൾ പറയാറായിട്ടില്ല, ഒന്നും തന്നെ ആയിട്ടില്ല. ആദ്യ മണിക്കൂറുകൾ മാത്രമാണ് പിന്നിടുന്നത്. UDF ഇപ്പോൾ 12 സീറ്റുകളിലാണ് ഇപ്പോൾ ഒരു ലീഡ് നില ഉയർത്തിയിരിക്കുന്നത്. LDF ആണെങ്കിൽ 7 സീറ്റുകൾ. NDA തൃശൂർ താഴെ വച്ചിട്ടില്ല. സുരേഷ് ഗോപിയെ മുകളിൽ തന്നെ നിർത്തിയിരിക്കുന്നു. NDA ഒരിടത്ത് മാത്രമാണ് ലീഡ് നില ഉയർത്തിയിരിക്കുന്നത്, അത് തൃശൂരാണ്. തൃശൂർ എന്തായാലും ഇതിപ്പോ കാസർഗോഡ് 2618 വോട്ടിന് രാജ്മോഹൻ UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്. ഷാഫിയുടെ ലീഡ് നില അല്പം ഒന്ന് ഇടിഞ്ഞു, 34ലേക്കൊക്കെ എത്തിയിരിക്കുന്നു. എന്താ പറയാനുള്ളത്? അതെ ഇപ്പൊ എന്താ പറയാനുള്ളത്? 34ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ അതോ കണ്ടിട്ട് പറയാത്തതാണ്? എന്തായാലും ഈ മാലവികയ്ക്ക് സന്തോഷകരമാകുന്ന മറ്റൊരു കാര്യമാണ് ആ ഒരു വ്യക്തമായ ഒരു ഭൂരിപക്ഷം റായ്ബറേലിയും അതുപോലെ തന്നെ വയനാടിൽ നിലനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി തന്റെ തേരോട്ടം. അതെ. എന്തായാലും ആ ഒരു തേരോട്ടം രാഹുൽ ഗാന്ധിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? അതെ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനകരമായ ഒരു പോരാട്ടം തന്നെയാണ്. അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് ലീഡ് നില ഉയർത്തും, ഒരു കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരിക്കലും NDA അധികാരത്തിൽ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എന്തായാലും ഇന്ത്യ സഖ്യം പറഞ്ഞല്ലേ രാഹുൽ? അതെ ജനാധിപത്യ വിരുദ്ധമല്ലേ? എന്തായാലും LDF ആണ് ഇപ്പോഴും സീറ്റ് മെച്ചപ്പെടുത്തിയിരിക്കുന്നത്, ലീഡ് നില ഉയർത്തിയിരിക്കുന്നത്. സന്തോഷമുണ്ടോ? തീർച്ചയായും. കഴിഞ്ഞ കുറെ സമയം കൊണ്ട് LDF കാൻഡിഡേറ്റ് ആണ് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുന്നത്. തുടക്ക സമയത്ത് UDFന്റെ ആന്റണി ലീഡ് നിലനിർത്തിയിരുന്നു. എന്നാൽ നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയൊക്കെയാണ്. അതെ, ഇപ്പോൾ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ലീഡ് വ്യക്തമായ ലീഡ് കഴിഞ്ഞ കുറെ സമയം കൊണ്ട് പോവുകയാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തൃശ്ശൂര് സുരേഷ് ഗോപി വിട്ടുകൊടുക്കുന്നില്ല ഒരിക്കലും. തൃശ്ശൂര് സുരേഷ് ഗോപി തന്നെ നിലവിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു ലീഡ് വെച്ച് തുറന്നു കൊണ്ടുപോകുന്നു. 6കളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 13 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു, 1 സ്ഥലത്ത് NDA ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയും മാവേലിക്കരയും ചാലക്കുടിയും ആലത്തൂരും പാലക്കാടും കണ്ണൂരുമാണ് LDF ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങൾ. തൃശ്ശൂര് NDA ലീഡ് ചെയ്യുന്നു. എന്തായാലും കുറച്ച് മുൻപ് വരെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ചിത്രം മാറിയിരിക്കുകയാണ്. അടൂർ പ്രകാശ് തന്നെ സിറ്റിംഗ് MP തന്നെയാണ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. വീണ്ടും അദ്ദേഹമാണ് ഇപ്പോൾ ലീഡ് നില ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ സഖ്യം അതുപോലെ തന്നെ ഇന്ത്യ സഖ്യം ലീഡ് നില ഉയർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഫ്രാൻസിസ് ജോർജ് ആണ് കോട്ടയത്ത് ലീഡ് ചെയ്യുന്നത്. കോട്ടയം UDF ആണ് ലീഡ് ചെയ്യുന്നത്, ഫ്രാൻസിസ് ജോർജ് ലീഡ് ചെയ്യുന്നത് കോട്ടയത്ത്. തീർച്ചയായും. അതുപോലെ തന്നെ ആലത്തൂർ, സത്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആലത്തൂർ ഈ രമ്യ ഹരിദാസ് അല്ലേ ഇവിടുത്തെ MP ആയിരുന്നു. അത് അവരുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും വലിയൊരു ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു വ്യക്തിയായിരുന്നു ആലത്തൂരിലെ MP രമ്യ ഹരിദാസ്. പക്ഷെ ഇത്തവണ അദ്ദേഹത്തിന്റെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായ എന്തെങ്കിലുമൊക്കെ വിള്ളലാണോ? ഈ ഒരു ആദ്യം മുതലേ രമ്യ ഹരിദാസ് ചിത്രത്തിൽ പോലും ഇല്ലാത്ത തരത്തിലാണ് അവിടെ LDFന്റെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ ഇതിലേക്ക് വരുന്നത്. ഇല്ല, അതൊരു തുടക്കമാണ്. ഒരു പക്ഷേ ഇപ്പോൾ LDFന് കൂടുതൽ സ്വാധീനമുള്ള ബൂത്തുകളൊക്കെ ആയിരിക്കാം ഒരു പക്ഷെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം അല്ലെ ജയശങ്കർ അങ്ങനെ പറയുന്നത്. എന്തായാലും ഇതുപോലെ തിരുവനന്തപുരത്തിന് ചിത്രം എടുക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മുന്നിൽ വന്നിരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയെ പിന്നിലാക്കിക്കൊണ്ട് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ മുന്നിലെത്തിയിരിക്കുന്നു. 2000-ഓളം വോട്ടിന്റെ ലീഡ് ആന്റോ ആന്റണി ഇപ്പോൾ പത്തനംതിട്ടയിൽ വെച്ചു പുലർത്തുന്നു.
12,994 വോട്ടിന് ഇടുക്കിയിൽ ഡി കുര്യാക്കോസ് കുര്യാക്കോസ്. പോവുകയാണ്. സുരേഷ് ഗോപി 3,154. കുറച്ച് നേരത്തെ ഉള്ള ലീഡ് നിലയാണ് മാറിയിട്ടില്ല. ഞാനൊരു പുതിയതായിട്ട് പറയുന്ന ഫീൽഡ് ഒന്നുകൂടെ പറഞ്ഞു. എന്തായാലും UDF വീണ്ടും ലീഡ് നില മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ. 14 സീറ്റുകളിൽ UDF ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. LDF വീണ്ടും LDFന്റെ ഒരു സീറ്റ് നില താഴേക്ക് പോകുന്ന ഒരു ചിത്രം. എന്തായാലും വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ. ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ. ഒരു ബ്രേക്കിംഗ് കയറി വരും, എന്താണെന്നറിയാം. എന്തായാലും ആറ്റിങ്ങലിൽ ക്യാമറയുമായി മടങ്ങിയിട്ടുണ്ട്. വിത്ത് ക്യാമറ. ഏകാന്ത ധ്യാനത്തിൽ എത്ര ക്യാമറമാൻമാർ ഉണ്ടായിരുന്നു. എന്തായാലും വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അത് പ്രധാനമന്ത്രി ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രത്തോളം പ്രാധാന്യം ലഭിക്കുന്നത്, അല്ലെ? ഇപ്പോ വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ LDF 5 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ UDF 14 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റ് തൃശ്ശൂരാണ്. മറ്റ് 5 സീറ്റുകളിൽ LDF. ചെറിയ കളിയല്ല, ചെറിയ ഫിഗർ അല്ല, അല്ലേ? രാഹുൽ ഗാന്ധി വയനാട് ലീഡ് ചെയ്യുന്നു. ചെറിയ ഫിഗർ അല്ല, ലീഡ് ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധി സിംഗാബാദ്. എന്തായാലും ഇല്ലേ, ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിയുടെ തന്നെ ലീഡ് നിലയ്ക്കൊപ്പം തന്നെ ഇന്ത്യ സഖ്യവും ലീഡ് നില നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുകയാണ്. ഈ സാഹചര്യത്തിൽ 237 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. NDA 250 സീറ്റുകളിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ 13 സീറ്റുകൾ. അതാണ് നിലവിലത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ ചിത്രം, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ ചിത്രം. തീർച്ചയായും അവിടെ വീണ്ടും നിലവിൽ LDF ആണ് കണ്ണൂരിൽ ലീഡ് ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ ഇപ്പോഴും 34 വോട്ടിന്റെ ലീഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ മുകളിലേക്ക് പോയിട്ടില്ല, മുന്നോട്ട് വീണിട്ടില്ല. കോമ്പറ്റീഷൻ ആണെന്ന് വേണം പറയാൻ. അങ്ങനെ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ കാര്യത്തിലും ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. നമുക്ക് മുമ്പ് ലഭിച്ച ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ തന്നെയാണ് ഇപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അത് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ ലീഡ് നില കയറിയതിനു ശേഷം ഇതുവരെ എന്തായാലും ലീഡ് നില മോശമായിട്ടില്ല. 11,000 വോട്ട്, 11,000-ലധികം വോട്ടുകൾക്ക് ലീഡുകൾക്ക് NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് ഇപ്പോഴും ലീഡ് നില വളരെ മെച്ചപ്പെട്ട് തന്നെ വളരെ ഡീസന്റ് ആയ ഫിഗറിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിൽ അതേപോലെ 3,428 വോട്ടുകൾക്കാണ് മുന്നോട്ട് വന്നിരിക്കുന്നു. വോട്ടുകൾക്കാണ്. വടകര ഇപ്പോഴും ഷാഫി പറമ്പിൽ തന്നെയാണ്. ചെറിയ ശതമാനമാണെങ്കിൽ പോലും വടകര ഷാഫി പറമ്പിൽ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ചില സ്ഥലങ്ങളൊന്ന് പറയാം. അതായത് മാവേലിക്കര തോമസ് ഐസക് തന്നെയാണ് കുറെ നേരമായി. ക്ഷമിക്കണം, പത്തനംതിട്ട ഐസക് സാർ മാറിയോ? മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷും അരുൺകുമാറും അല്ലെ? മാവേലിക്കരയിൽ ഇപ്പോഴും LDF ആണ് മാവേലിക്കരയിൽ ലീഡ് ചെയ്യുന്നത്. അരുൺകുമാർ ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ തോമസ് ഐസക് ലീഡ് മുമ്പ് സൂക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ UDFന്റെ ആന്റോ ആന്റണിക്കാണ് ലീഡുള്ളത്. 4 എന്ന ഒരു ഫിഗറിലേക്ക് LDFന്റെ ലീഡ് ചുരുങ്ങിയിരിക്കുന്നു. 4 സ്ഥലത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. മാവേലിക്കര, ആലത്തൂർ, പാലക്കാട്, കണ്ണൂർ ഈ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. മറ്റു 15 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ ഒരു മണ്ഡലത്തിൽ NDAയും ലീഡ് ചെയ്യുന്നുണ്ട്. 3,428 വോട്ടാണ് സുരേഷ് ഗോപിയുടെ തൃശ്ശൂരെ ലീഡ്. നിലവിൽ അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് വളരെ ആകാംക്ഷയോട് കൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. കെ മുരളീധരൻ ചിത്രത്തിൽ പോലും ഇല്ലല്ലോ. നമ്മുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വടകരയിൽ നിന്ന വ്യക്തിയെ പിടിച്ച് ഇവിടെ കൊണ്ട് ഇട്ടതാണ് നമ്മുടെ UDF. എന്താണ് തോന്നുന്നത്? കെ മുരളീധരന്റെ ചിത്രത്തിൽ പോലും കാണുന്നില്ല. കാരണം ആദ്യം സുനിൽകുമാർ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. സുനിൽകുമാർ ആദ്യത്തെ ലീഡ് ഉയർത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം വന്നത് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. പക്ഷേ UDFന്റെ ആ ഒരു തീരുമാനം വളരെ വലിയ രീതിയിൽ അഭിനന്ദിച്ച ഒരു തീരുമാനമായിരുന്നു. പക്ഷെ ഒരു തരത്തിലുള്ള ഒരു മാറ്റമോ ചലനമോ ഒന്നും സൃഷ്ടിക്കാൻ UDFന് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? നിലവിൽ അങ്ങനെ പറയാം. പക്ഷെ വരും സമയങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. എന്തായാലും ദേശീയ ഇന്ത്യ സഖ്യം മുന്നിൽ ആദ്യമായി NDA മറികടന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. 244 സീറ്റ് ലീഡ് നൽകിക്കൊണ്ട് ഇന്ത്യ സഖ്യം മുന്നിൽ നിൽക്കുകയാണ്. അഭിമാനകരമായ ഒരു തേരോട്ട്. എക്സിറ്റ് പോളുകളൊക്കെ തെറ്റുവാണോ? അതെ, എക്സിറ്റ് പോൾ ഒന്നും എക്സാക്ട് പോൾസ് ആയിരുന്നില്ല എന്നുള്ളത് പറയാൻ കഴിയില്ല. ഇതൊക്കെ അറിയാവുന്നതേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും ബലാബലം 44 NDA ലീഡ് ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യവും അതേ 244 സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. കട്ടക്ക് ബലാബലം. 12 സീറ്റുകളിൽ അതേഴ്സ് ലീഡ് വെച്ച് പുലർത്തുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണണം. അതായത് ലോക്സഭാ ഇലക്ഷനിൽ 543 സീറ്റുകളാണ്, അതിൽ 500 സീറ്റുകളാണ് ഉണ്ടായിരുന്നത് അല്ലെ? ഇതിലിപ്പോൾ
244 ഇടത്ത് NDAയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി, അതായത് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടെ രൂപം കൊടുത്ത NDAക്ക് എതിരെ പ്രഹരിക്കാനുള്ളൊരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. INDIA എന്ന മുന്നണിയാണ് ഇപ്പോൾ 244 കട്ടയ്ക്ക് NDAയോടൊപ്പം നിന്ന് ഏറ്റവും വലിയൊരു ഒറ്റകക്ഷി ഭൂരിപക്ഷമുള്ളൊരു മുന്നണിയാണല്ലോ NDA. അവർക്ക് എതിരെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി അതേ രീതിയിൽ തന്നെ ലീഡ് പുലർത്തുന്നത്. ഇപ്പൊ എന്തും സംഭവിക്കാം, അതൊക്കെ മാറി മറിയാം. സുരേഷ് ഗോപി 4113 ലീഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ലീഡ് നില വീണ്ടും അല്പം കൂടി ഉയർന്നിരിക്കുകയാണ്. 4113 എന്നുള്ളൊരു ഫിഗറിലേക്ക് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. അല്ല, ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ബലാത്സംഗ കേസിലെ അപമാനകരമായ കാര്യം പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇപ്പോഴും മത്സരിക്കുകയാണ്, സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? നാണമില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നാണമില്ല ഇത്തരത്തിൽ ബലാത്സംഗ കേസിലെ പ്രതികളെ പിടിച്ച് ഇപ്പോഴും സ്ഥാനാർത്ഥിത്വം നൽകി അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയപ്പോൾ ഇവരൊക്കെ ജയിക്കുമോ എന്നുള്ളതാണ്. എങ്ങനെ സ്ഥാനാർത്ഥിത്വം കിട്ടി എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യമാണല്ലേ. അത് നമ്മുടെ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമായി പോയി എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും നടത്തേണ്ടതുണ്ട്. എന്തായാലും ദേശീയ തലത്തിൽ ബലാബലം തന്നെയാണ്. മാവേലിക്കര ഇപ്പോഴും CA അരുൺകുമാർ LDF തന്നെ ലീഡ് ചെയ്യുന്നു. 4 മണ്ഡലങ്ങളിലാണ് LDF ലീഡ് പുലർത്തുന്നത്. മാവേലിക്കരയുണ്ട്, ആലത്തൂര്, പാലക്കാട്, കണ്ണൂർ. ഈ 4 മണ്ഡലങ്ങളിൽ LDF ലീഡ് പുലർത്തുന്നു. തൃശ്ശൂർ NDA ലീഡ് ചെയ്യുമ്പോൾ ബാക്കി 15 മണ്ഡലങ്ങളിൽ UDF വ്യക്തമായ ലീഡ് നിലവിൽ കാത്തുസൂക്ഷിക്കുന്നുണ്ട്. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആവേശകരമായ നിമിഷങ്ങളിലൂടെയാണ്. രാഹുൽ ഗാന്ധിയോ മോദിയോ? ഒരൊറ്റ ആൻസർ പറയാൻ പറ്റില്ല. എന്തായാലും വലിയ 244 എന്ന ഒരു രണ്ടുപേരും കട്ടയ്ക്ക് തീപാറും പോരാട്ടം, ദേശീയ തലത്തിൽ തീപാറും പോരാട്ടമാണ്. NDA സഖ്യം 244 സീറ്റ് ലീഡ് ചെയ്യുമ്പോൾ ഇന്ത്യ സഖ്യം അതേ രീതിയിൽ തന്നെ 244 സീറ്റിന് ലീഡ് ചെയ്യുന്ന കാഴ്ച ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. മോദിയോ രാഹുലോ ഇപ്പോഴാണ് ചോദിക്കേണ്ടത്. മോദിയോ രാഹുലോ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷെ വളരെ അഭിമാനകരമായ പോരാട്ടം തന്നെയാണ്. എന്തായാലും ലീഡ് നില തന്നെയാണ് ഇന്ത്യ സഖ്യം എന്ന് പറയേണ്ടി വരും. അയോധ്യയിൽ BJP പിന്നിൽ എന്നുള്ള മറ്റൊരു വാർത്തയാണ് വരുന്നത്. അയോധ്യ എന്ന് പറയുന്നത് അറിയാലോ, വളരെ വലിയ രീതിയിൽ BJPക്ക് അടിത്തറയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ BJP പിന്നിൽ എന്നുള്ള വാർത്തയാണ് വരുന്നത്. അയോധ്യയിൽ BJPക്ക് അടിയേറ്റിരിക്കുന്നു. UP ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ BJPക്ക് അടിയേറ്റിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായും മാർലവിക്ക് സന്തോഷം പകരുന്ന മറ്റൊരു കാര്യോട് പറയാം. 18,000 വോട്ടിനാണ് 18,500 രാഹുൽ ഗാന്ധി വയനാട്ടിൽ ലീഡ് ചെയ്യുന്നത്. കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വീണ്ടും LDFന്റെ ലീഡ് നില കുറയുന്നൊരവസ്ഥ. LDF 4 സീറ്റുകളിലേക്കായി ലീഡ് നില ഇടിഞ്ഞിരിക്കുന്നു. UDF വീണ്ടും 15 സീറ്റുകളിൽ മെച്ചപ്പെട്ട പോരാട്ടം കാഴ്ചവെക്കുന്നു. കേരളത്തിൽ ട്രെൻഡ് വലത്തേക്കാണോ? തീർച്ചയായും 15 സീറ്റുകളിൽ LDF ലീഡ് ചെയ്യുന്നു. 4 സീറ്റുകളിൽ മാത്രമാണ് LDF നിലവിൽ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഞാൻ പറഞ്ഞ കണക്ക്, അതായത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു 15 സീറ്റിലേക്ക് 15 സീറ്റ് വരെ UDF നേടാം എന്ന് പറഞ്ഞത് ഏതാണ്ട് ശരിയാകും എന്ന് തോന്നുന്നു അല്ലേ? നല്ല ആദ്യഘട്ട ഫല സൂചനകളാണ്, കണ്ടറിയണം. എന്തായാലും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ലീഡ് നില തന്നെയാണ്. ഏതായാലും വലിയ രീതിയിൽ ഇപ്പോൾ എറണാകുളത്ത് വന്നിട്ടുണ്ട്. ഹൈബി ഈഡൻ 5973 വോട്ടുകൾക്കാണ് മുന്നിൽ നിൽക്കുന്നത്. തീർച്ചയായും എറണാകുളത്ത് ഹൈബി ഈഡൻ 5793 വോട്ടിന് ലീഡ് ചെയ്യുന്നു. സുരേഷ് ഗോപി 4113 എന്നുള്ള ആ ലീഡിൽ തന്നെ തുടരുകയാണ്. കെ രാധാകൃഷ്ണൻ ആലത്തൂര് 767 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് 14,546. ഫിഗറുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ NK പ്രേമേന്ദ്രനും അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഡീൻ കുര്യാക്കോസ് ആണ് 14,000-ലധികം വോട്ടുകൾക്ക്. എന്തുകൊണ്ട് പറഞ്ഞില്ല? നിലവിൽ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം പറഞ്ഞത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടുത്താഞ്ഞത്. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം ആദ്യമായി മറികടന്നിരിക്കുന്നു. NDAയുടെ ലീഡ് നില 245 എന്നുള്ള ഒരു വലിയ ഫിഗറിലേക്ക് ഇന്ത്യ സഖ്യം തങ്ങളുടെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നു. പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യ സഖ്യം മുന്നേറുന്ന കാഴ്ച വീണ്ടും പഴയ രീതിയിലേക്ക് 244 വീണ്ടും കട്ടയ്ക്ക് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി 21,866 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യ സഖ്യം നിലവിൽ മുന്നിലേക്ക് തന്നെയാണ്. അതിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ മുന്നിലേക്ക് തന്നെയാണ്. ഒരു തീപാറും പോരാട്ടം തന്നെയാണ്. ഇനി ആര് വീഴും, ആർക്കാണ് അടി പതറുന്നത് എന്നുള്ളത് ഇനിയിപ്പോൾ കുറച്ച് സമയത്തിനുള്ളിലൊക്കെ അറിയാൻ കഴിയും അല്ലേ? തീർച്ചയായും ദേശീയ തലത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു തീപാറും പോരാട്ടമാണ് നടക്കുന്നത്. എക്സിറ്റ് പോളുകളൊക്കെ വന്നപ്പോഴും എപ്പോഴും NDAക്ക് വലിയൊരു മുൻതൂക്കം ലഭിച്ചിരുന്നു. ഇത്തരത്തിലൊരു പോരാട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചോ? ഇത്രയും ബലാബലം അല്ലെങ്കിൽ ഇത്രയ്ക്ക് കട്ടയ്ക്കുള്ളൊരു പ്രതീക്ഷ ആരും പ്രതീക്ഷിച്ചില്ല എന്ന് പറയേണ്ടി വരും. 244 മണ്ഡലങ്ങളിൽ NDA ലീഡ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ 244 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യം ലീഡ് ചെയ്യുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു കാര്യം അങ്ങനെ തന്നെ പറയുകയാണ്. കാരണം
അത്രത്തോളം ശക്തമായ ഒരു മത്സരമാണ് നമ്മുടെ രാജ്യത്ത് നടന്നതെന്നുള്ളത്. അതുപോലെ തന്നെ വാരണാസിയിൽ നിലവിൽ മോദി പിന്നിലാണ്. വാരണാസിയിൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ അനുസരിച്ച് മോദി പിന്നിലാണ്. 244 വോട്ടുകൾക്ക് NDA, ഇന്ത്യ സഖ്യവും അതേപോലെ തന്നെ കട്ടയ്ക്ക് കട്ട ബലാബലം എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇന്ത്യയുടെ ദേശീയ ചിത്രം. വാരണാസിയിൽ മോദി ഇപ്പോഴത്തെ ഫലസൂചനയിൽ പിന്നിലാണ്. നോക്കാവുന്നതാണ് പ്രേക്ഷകർക്ക് എത്രത്തോളമാണ് ഇതിനോടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ പ്രതികരണങ്ങൾ. കണ്ണൂർ ജയരാജനാണല്ലേ മുന്നിലോട്ട്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, കണ്ണൂർ പാർട്ടിയുടെ ഒരു ഉരുക്കുകോട്ട തന്നെയാണ്. എന്തായാലും ആദ്യമായി കണ്ണൂരിൽ ലീഡ് നില നല്ല രീതിയിൽ എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും കണ്ണൂരിൽ LDF ഇപ്പോൾ ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം LDF അത്ര കണ്ട് മെച്ചപ്പെട്ട ഒരു ലീഡ് നില അല്ല ഇപ്പോൾ പ്രകടമാകുന്നത്. 4 സീറ്റുകളിലേക്ക് LDFന്റെ ലീഡ് നില കുറഞ്ഞിരിക്കുന്നു. 15 സീറ്റുകളിൽ UDF സമദാനി സ്ഥാനാർത്ഥിയാണ് പൊന്നാനിയിൽ മുന്നിൽ നിൽക്കുന്നത്. പാലക്കാട് വിജയരാഘവനാണ് മുന്നിൽ നിൽക്കുന്നത്. K. രാധാകൃഷ്ണനാണ് ആലത്തൂരിൽ മുന്നിൽ നിൽക്കുന്നത്. 767 വോട്ടുകൾക്കാണ് K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ മുന്നിൽ നിൽക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂര് 4113 എന്നുള്ള കണക്ക് തന്നെയാണ് നിലവിൽ സൈറ്റിൽ ലഭ്യമായിരിക്കുന്നത്. സുരേഷ് ഗോപി തന്നെ തൃശ്ശൂര് അദ്ദേഹത്തിന്റെ ലീഡ് നിലനിർത്തുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും 4 സീറ്റുകളിൽ LDF. വടകരയിൽ ഷാഫി പറമ്പിൽ തന്നെയാണ് ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്. ഫിഗറുകൾ വെളിയിൽ വരാത്തതാണെന്ന് അറിയില്ല. ഷാഫി പറമ്പിൽ കുറെ നേരമായ ഒരു ലീഡ് നിലയാണ്. അതെ 34 എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. വരും അതെ. LDF വീണ്ടും 3ലേക്ക് ഒരു സ്ഥലത്ത് കൂടി LDFന്റെ ലീഡ് കുറഞ്ഞു. ഇപ്പോൾ ആകെ 3 സ്ഥലത്ത് മാത്രമാണ് നിലവിൽ LDF ലീഡ് ചെയ്യുന്നത്. മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ ഈ 3 സ്ഥലങ്ങളിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. ബാക്കി 16 സ്ഥലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. UDFന് 18 സീറ്റ് ഞാൻ മനസ്സിൽ കാണുകയാണ്. സുരേഷ് ഗോപി 5000-ത്തിലധികം വോട്ടുകൾക്ക് വീണ്ടും ലീഡ് നില നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപി എടുക്കാനുള്ള സാധ്യതയുണ്ട്. സുരേഷ് ഗോപി എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും സുരേഷ് ഗോപിക്ക് മനസ്സിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് വ്യക്തമായ ഒരു ലീഡ് നില ഉയർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി ഒരു പക്ഷേ ഇന്ത്യ മുന്നണി ഇപ്പോൾ 2 ഇതിന് പിന്നിലോട്ട് പോയിട്ടുണ്ട്. ദേശീയ തലത്തിൽ വളരെ 2 നിസാരം 2 ഇതിന് സീറ്റിന് ലീഡ് നില ഇന്ത്യ മുന്നണി പുറത്ത് താഴേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ പോലും മാറി മറിയുകയാണ് അല്ലെ ഒരു ദേശീയ തലത്തിൽ വളരെ ശക്തമായ പോരാട്ടം. ഇന്ത്യ സഖ്യം സത്യത്തിൽ ഇത്രയും നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. എന്തായാലും 245 എന്നുള്ളതാണ് നിലവിൽ NDAയുടെ ദേശീയ ചിത്രത്തിലെ ലീഡ് നില. ഇന്ത്യ സഖ്യം 243 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ 12 സീറ്റുകളിൽ എന്നുള്ളതാണ് നിലവിൽ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ ചിത്രം. ഏതായാലും ഓരോ സമയവും വളരെ ഉപയോഗത്തിന്റെ മുൻമുനയിൽ നിന്നുകൊണ്ട് ഓരോ സമയവും മാറി മറിയുകയാണ്. ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ജനങ്ങളുടെ മനസ്സെന്താണ് എന്നുള്ളത്, ജനഹിതം എന്താണെന്നുള്ളത് കണ്ട് തന്നെ മനസ്സിലാക്കണം. അവസാന മണിക്കൂറുകൾ വരെ ഇതേ രീതിയിലുള്ളൊരു ആകാംക്ഷ ഉണ്ടാകും അല്ലെ. ഈ ഒരു ആവേശം ചോർന്നു പോകാതെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. പല സ്ഥലത്തും ലീഡ് നില മാറി മറിയുന്നുണ്ട്. ചില മണ്ഡലങ്ങളിൽ ഇപ്പൊ പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിൽ അല്പസമയങ്ങൾക്ക് മുൻപ് വരെ LDF ആണ് ലീഡ് ചെയ്തതെങ്കിൽ ഇപ്പോൾ വീണ്ടും UDFന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. വീണ്ടും LDFിലേക്ക് മടങ്ങി വരുന്ന കാഴ്ച കാണാം. ആലത്തൂരിൽ രമ്യ ഹരിദാസ് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. 1136 വോട്ടിന് ആലത്തൂരിൽ രമ്യ ഹരിദാസ് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ മാവേലിക്കരയിൽ LDF മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വീണ്ടും താഴോട്ട് പോയി. ജോയ് വീണ്ടും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ സമയവും മാറി മറിയുകയാണ് ചിത്രം. അതെ. അപ്പം ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ 255 എന്ന ഫിഗറിലേക്ക് NDA തങ്ങളുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഇന്ത്യ സഖ്യം 237ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അതായത് മുമ്പ് നമ്മൾ കണ്ട ഒരു വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ 237, 255 മുമ്പ് 244, 45 ആ ഒരു കട്ടയ്ക്ക് നിന്നിട്ട് അതിൽ ചെറിയൊരു വ്യത്യാസം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും എന്തായാലും കേരളത്തെ സംബന്ധിച്ച് 20 ആർക്കും ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു 3 പേർക്കും എന്തെങ്കിലും ഒക്കെ ഒരു വിഭജനം ഉണ്ടാവും അല്ലെ. കഴിഞ്ഞ തവണ NDAക്ക് 0 ആയിരുന്നു. ഇത്തവണ ഏതെങ്കിലും ഒരു പട്ടികയിൽ 0 ഉണ്ടാകുമോ? 0 ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. കാര്യം നമ്മൾ ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയ കുറെ സമയം കൊണ്ട് തന്നെ വ്യക്തമായ ലീഡ് തൃശ്ശൂർ സുരേഷ് ഗോപി വെച്ച് പുലർത്തുന്നുണ്ട്. ഈ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷെ BJPക്ക് ആധിപത്യം കൂടുതലുള്ള ബൂത്തുകളാവാം. 2 മണ്ഡലങ്ങളിൽ BJP ലീഡ് നിലനിർത്തുന്നു. NDA 2 മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി വീണ്ടും രാജീവ് ചന്ദ്രശേഖർ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 230 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ 2 പ്രതീക്ഷിക്കാമോ? 5436 ആയി സുരേഷ് ഗോപിയുടെ ലീഡ്. 5436 വോട്ടിന് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നു. നിലവിൽ 5 മണ്ഡലങ്ങളിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 13 സ്ഥലത്ത് UDF ലീഡ് ചെയ്യുന്നു. 2 മണ്ഡലങ്ങളിൽ
NDA ലീഡ് ചെയ്യുന്ന കാഴ്ച. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് NDA ലീഡ് ചെയ്യുന്നത്. അതുപോലെ എറണാകുളത്ത് നല്ല രീതിയിൽ തന്നെ ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് ഹൈബി ഈഡൻ 16,000-ലധികം വോട്ടുകൾക്ക്. അതല്ലേ, പക്ഷെ നല്ല രീതിയിലുള്ള അത് പ്രകടനം മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് നിലവിൽ ഇപ്പോൾ 521 വോട്ടിന് UDF ലീഡ് ചെയ്യുന്നു. അതെ 521 വോട്ടുകൾ. എന്തായാലും LDFന്റെ ലീഡ് നില വീണ്ടും താഴേക്ക് വരികയാണ്. UDFന് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു ആധിപത്യം കേരളത്തിൽ ഉണ്ടാകുന്ന രീതിയിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു വിജയ സാധ്യത കാണുന്നുണ്ടല്ലേ? ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തേക്ക് തീർച്ചയായും വരാൻ സാധ്യത കൽപ്പിക്കേണ്ട ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. അല്ലെങ്കിൽ എന്താകും, അതിനുമപ്പുറം പോകുമോ? ജയശങ്കർ രണ്ടാം സ്ഥാനത്തേക്ക് തള്ളി മാറ്റി എന്ന് തോന്നുന്നു. അല്ല, ജയശങ്കർ ഈ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന നമ്മുടെ ക്യാമറമാൻ അനീഷ് ദേഷ്യം കലർന്ന ഒരു അത്ഭുതം. ഇന്ത്യ മുന്നണി, അതായത് പ്രധാനമന്ത്രി ബേക്കിലോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും അനീഷിന്റെ മുഖത്ത് ആ വലിയൊരു ഇത് കാണുന്നുണ്ട്. തീർച്ചയായും. എന്താണെങ്കിലും നമുക്ക് ഒപ്പം തന്നെ ഉണ്ടാവും. ഇപ്പൊ അവസാനത്തെ ഒരു കൂടെ പറഞ്ഞിട്ട് നിർത്താം. UDFന് 14 കേരളത്തിലെ ലീഡ് നില, LDFന് 4, NDAക്ക് 2, തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് NDA ലീഡ് ചെയ്യുന്ന 2 മണ്ഡലങ്ങൾ. ദേശീയ ചിത്രം എടുക്കുകയാണെങ്കിൽ 255 സീറ്റുകളിൽ NDA, അതുപോലെ ഇന്ത്യ സഖ്യം 237 സീറ്റുകളിൽ, മറ്റു പാർട്ടികൾ 13 സീറ്റുകളിൽ. എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ലീഡ് നിലയൊക്കെ ഇനി മാറി മറിയും.